ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കതിനകത്ത് പറഞ്ഞാൽ ജനറൽ സർവീസ്, സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുള്ള, എയർ ഫിൽറ്റർ ചെക്കപ്പ്, എഞ്ചിൻ ഓയിൽ മാറ്റം, വാട്ടർ സർവീസ്, ആക്സിലേറ്റർ കേബിൾ ചെക്കപ്പ്, മിസ്സിങ് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, കാർബറേറ്റർ ക്ലീനിങ്, ഫ്രണ്ട് വൺ ഗാർഡ് ചെക്കപ്പ്, സൗണ്ട് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തുനിന്ന് അലൈൻമെൻറ്റ് ചെക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പ്ലഗ് ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ വണ്ടിക്ക് നല്ല രീതിയിൽ മിസ്സിങ് കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്കൊന്നും കറക്റ്റല്ല, അത് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടി നിർത്തി കൊടുത്ത് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ജർക്കിങ് പോലെ കാണിക്കുന്നുണ്ട്. അത്രയാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ലൈനറാണ്, പക്ഷേ കമ്പനി ലൈനറല്ല, ഒറിജിനൽ അല്ല. അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഈ ഭാഗമൊന്നും ഇതുമ്പോൾ നോക്കുമ്പോൾ അറിയാം, ഈ സൈഡൊക്കെ ഹബിനകത്ത് പിടിക്കുന്നുണ്ട്. ലൈനറിൻ്റെ തന്നെ ഈ സൈഡ് ഭാഗമൊന്നും ഹബിനകത്ത് പിടിക്കില്ല. അത് ഈ ലൈനറിൻ്റെ തന്നെ മിസ്റ്റേക്കാണ് കേട്ടോ. അത് എന്നാൽ ഈ ലൈനർ എല്ലാ ഭാഗത്തും പിടിക്കുന്നുണ്ട്. ഈ ഒരു ലൈനർ ചില ഭാഗങ്ങളിൽ മാത്രമേ പിടിക്കുന്നുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈനർ മാറ്റി പുതിയ കമ്പനി ലൈനർ ഇടാണെങ്കിൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും. ഇതൊക്കെ എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും ബ്രേക്ക് കാണിക്കുക. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ പുതിയ ടയർ എടുക്കണേ. കട്ട കൂടുതലുള്ള മോഡലാണ്, എന്നാൽ പോലും പുതിയ ടയർ എടുക്കണേ. ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബാക്കിലത്തെ വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷാഫ്റ്റാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നും നിലവിലില്ല. പിന്നെ നമുക്കത് ഈ സൈഡിൽ തന്നെ ഫുഡ് റെസ്റ്റൊക്കെ ലൂസായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് റെഡിയാക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത്, എയർ ഫിൽറ്റർ ഇതിപ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്റർ കിടക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റിയിടണം. പിന്നെ നമ്മളതിൻ്റെ ക്ലച്ചുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ചെക്ക് ചെയ്യാനും അത് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രാങ്കിൻ്റെ സൈഡിൽ ഓയിൽസിൽ പോയിട്ട് ഓയിൽ മൊത്തം ഈ സൈഡിലേക്ക് ലീക്കായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഓയിൽ ലീക്കായിട്ട് താഴേക്ക് ഓയിൽ ഒഴുകി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഓയിൽ സീൽ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റ് നമുക്ക് കിടക്കുന്ന കമ്പനി ബെൽറ്റാണ്, പക്ഷേ അതിൻ്റെ ഏകദേശം ലൈഫ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയേക്കണുണ്ടോ. അപ്പോൾ നിലവിലത് ഈ ബെൽറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമാണ് നല്ലത്. കാരണം അതല്ലെങ്കിൽ ഇനി കുറേ കൂടി ഓടുന്തോറും, ഇപ്പോൾ ഓൾറെഡി പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്, കുറേ കൂടി ഓടുന്തോറും അത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് വഴിയിൽ പെട്ടുപോകുന്ന സിറ്റുവേഷൻ വരും ബെൽറ്റ് പൊട്ടിയിട്ട്. പിന്നെ ക്ലച്ചിനകത്ത് വരുന്ന വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ തുടങ്ങിയ യൂണിറ്റാണത്. നിലവിൽ നോക്കുമ്പോൾ അങ്ങനെ മേജറായിട്ടുള്ള പ്രത്യേകമാനമൊന്നും അത് ആയിട്ടില്ല. പിന്നെ ഇതുമേക്ക് മറ്റേ ആ ഓയിലിൻ്റെ പ്രസൻസ്, ഓയിലൊക്കെ ഇതുമേക്ക് ആയിട്ട് ഒരു പൊടിയൊക്കെ പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ചെക്കപ്പ് നമ്മൾ നടത്തിയായിരുന്നു. ബെൻഡെക്സ് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമ്പോൾ നിലവിൽ ഈ നെട്ടൊക്കെ അടിച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് ഇതും കേട്ടോ. കാരണം വെട്ടി ടൈറ്റ് ചെയ്താണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ലൈനറൊക്കെ ഒടിഞ്ഞാണ് ഇതും ഇരിക്കുന്നത്. പൊട്ടിയിരിക്കുന്നത് സംഭവം കണ്ടോ, ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലച്ച് ഷൂ നമുക്കിത് മാറ്റിയിടാം. ഇത് ഒന്നാമത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് കിടക്കണേ. തന്നെയല്ല ഇവിടെ പൊട്ടലും വീണിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒന്നാമത് പിന്നെ വെട്ടി ഒഴിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഈ നട്ട് മാറ്റിയിടണം. അതേപോലെ ക്ലച്ചിൻ്റെ ഈ വെയിറ്റ് കൂടി മാറ്റിയാലാണ് റെഡി ആവുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ അഴിക്കുമ്പോൾ തന്നെ ആ ഡ്രമ്മിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ ചാടി പോരായിരുന്നു ഈ ഒരു പീസ്. അപ്പോൾ നമുക്ക് മാറ്റി പുതിയത് ഇട്ടാലാണ് ഇനി റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലച്ച് ഷൂ എന്തെങ്കിലും മാറ്റിയിടണം. തന്നെയല്ല അത് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റും കേട്ടോ. അപ്പോൾ അത് ക്ലച്ചിനകത്ത് നമുക്ക് വന്ന കേസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ബെൽറ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, ക്രാങ്കിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്കേജ് ഉണ്ട്. പിന്നെ ഈ ക്ലച്ച് ഷൂ മാറ്റി ഈ നെട്ടും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ബാക്കിയൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ അങ്ങോട്ട് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ തയ്ച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ആ ഓയിലിൻ്റെ പ്രസൻസ് ഇതിനകത്തുണ്ട്, ക്ലച്ച് കവറിനകത്തേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക, അതിനുശേഷം റീസെറ്റ് ചെയ്യാം. പിന്നെ കാർബറേറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ഓൾറെഡി കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നവർക്കല്ല, ജനറൽ സർവീസിന് പുറമെ വന്നവർക്കാണ് കാർബറേറ്റർ ക്ലീനിങ് ഒക്കെ. അപ്പോൾ നമ്മളത് അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ കാർബറേറ്ററിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ കിടക്കുന്നതോറും നമുക്ക് ഈ അലുമിനിയം ബോഡി, ഈ കാർബറേറ്റർ അസംബ്ലി എന്ന് പറയുന്നത് അലുമിനിയം ബോഡിയാണ്, അതായിട്ട് കെമിക്കൽ റിയാക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായി പോയേക്കാം, ഫുള്ള് ബ്ലോക്കാണ്. കാരണം വണ്ടി വലിക്ക് പെട്രോൾ കിട്ടാത്ത പോലത്തെ ഒരു ഫീലൊക്കെ കാണിക്കണം, അതുകൊണ്ടാണ്. അതേപോലെ ഈ ഫ്ലോട്ട് വാൽവ് മാറ്റി റീസെറ്റ് ചെയ്യാം. സാധാരണ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കാണിക്കുന്ന കാർബറേറ്ററുകളിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താലും മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇതേപോലെ അഴുക്ക് പോലെ ഒരു പൗഡർ കണക്കിയാണ് ഇതിൻ്റെ ഉള്ളിലും വരാം. ഈ വന്ന ഭാഗത്താണ് ശരിക്കും പറഞ്ഞാൽ വന്ന ഹോള് കാണുന്ന ഭാഗത്താണ് ഈ ഫ്ലോട്ട് വാൽവ് വന്നിട്ട് ലോക്ക് ആവണേ. അത് നമ്മൾ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിലത്തെ ഇത് ചെന്ന് അടയണ ഭാഗത്ത് സീറ്റിങ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും പെട്രോൾ ഓവർഫ്ലോ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കലാണ് നമുക്ക് പോകാൻ വഴിയുള്ളൂ. തൽക്കാലം നമുക്ക് പരമാവധി ക്ലീൻ ചെയ്ത് നോക്കാം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, സ്ലോ ജെറ്റും ഫ്ലോട്ട് വാൽവും മാറ്റി റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പരിധി വരാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. ഓവർഫ്ലോ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റി പുതിയതിടേണ്ടതായിട്ട് വരും കേട്ടോ. അതേപോലെ ഈ പെട്രോളിൻ്റെ ഈ പൈപ്പും കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാം, കാരണം പൈപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാർഡായിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്, കാരണം ഞാൻ ഫുള്ള് ചെളിയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ഈ ബോഡിയൊക്കെ കയറ്റണേക്കാളും മുമ്പ് തന്നെ ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്കതൊന്ന് പെയിൻറ്റ് അടിച്ച് ചെയ്യാനായിട്ട് പറ്റും. മറ്റേപാട് നമ്മൾ കഴുകുമ്പോൾ ബോഡിയുടെ പുറം മാത്രമേ നീറ്റ് ആവുള്ളൂ, ഉള്ളിലത്തെ അവസ്ഥ ഇതേപോലെ തന്നെ നിൽക്കും കേട്ടോ. ഇതേപോലെ കഴിക്കുമ്പോഴാണ് അത് ക്ലിയർ ചെയ്ത് നമ്മൾ വിടേണ്ടത്. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ഓൾറെഡി ടൈറ്റാണ്, കേബിളിൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേബിളും ഈ പറഞ്ഞാൽ മാറ്റേണ്ട ഒരു ടൈമാണ്. പിന്നെയുള്ളത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലും കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. ഫ്രണ്ട് മൺകാട് ചെക്കപ്പൊക്കെയാണ് പറഞ്ഞിരുന്നത്. മെയിനായിട്ട് സംഭവിച്ച കേസിൽ ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷുകൾ കംപ്ലയിൻറ്റാണ്. ഈ ബുഷൊക്കെ ഫുള്ള് പോയി കിടക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുഷ് സെറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ ഈ ഗ്രീൻ ബുഷ് സെറ്റും നമുക്ക് മാറ്റിയിടണം. അത് രണ്ടും അത്യാവശ്യം നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ളത് കേബിളുകളാണ്. ഫ്രണ്ട് ബ്രേക്ക് കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞിട്ട് ഫുള്ള് കയറി ലോഡായിട്ട് നിൽക്കുക. അപ്പോൾ ഈ രണ്ട് ബ്രേക്ക് കേബിൾ മാറ്റിയിടണം. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക് നമ്മൾ എങ്ങനെ പിടിച്ചാലും ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ വേണ്ടി നിൽക്കില്ല. തന്നെയല്ല ബാക്ക് ബ്രേക്കിനകത്തേക്ക് പോകുമ്പോൾ അതിനകത്തുനിന്നൊരു കണക്ഷൻ ഈ ഫ്രണ്ടിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ സെറ്റ് ചെയ്താലും കേബിൾ മാറ്റാതെ നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് കംഫർട്ട് ആവില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം കേബിൾ പോയതാണ്. സ്പീഡോമീറ്റർ കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ ക്രൗണ്ട് പിനിയൻ സെറ്റും മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ നോക്കി, ടയർ പുതിയ ടയർ കിടക്കുന്നത്. ഹബിനായാലും വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല, ബെയറിങ്ങും ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഫ്രണ്ടിലത്തെ വീലുമായി ബന്ധപ്പെട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററിയൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 ബാറ്ററി കേട്ടോ, 2023 ബാറ്ററിയാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്, ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് 13.12 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിന്ന് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.7. അപ്പോൾ ബാറ്ററിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഈ വാഷിങ്ങിൻ്റെ ദിവസം പറഞ്ഞല്ലോ, കഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നീറ്റായിട്ട് കഴുകാനായിട്ട് പറ്റും. എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ തന്നെ പെയിൻറ്റ് ടച്ച് ചെയ്ത് നമുക്ക് വലിയ തുരുമ്പ് കൂടുതൽ വന്നേക്കാളും നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ, അതായത് ഒരു കേസ് പറയാൻ പറ്റുമോ, ഇത് ഈ ചോക്ക് കേബിൾ ഫുൾ ലോഡായിട്ടിരിക്കുക, വർക്കിംഗ് അല്ല. കേബിളിൻ്റെ ഔട്ടർ വലിഞ്ഞതുകൊണ്ട് തന്നെ ചോക്കിലാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്, ചോക്കായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്ററൊക്കെ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ പ്ലഗും കൂടി മാറ്റി പുതിയത് ഇടണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റണം, ഓയിലിൻ്റെ ഓയിൽ ബോട്ട് വാഷ് ഓറിയൊക്കെ നമ്മൾ മാറ്റിയിടുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്നത് ഈ ഒരായിട്ടാണ്, സ്പോഞ്ച് ടൈപ്പാണ്, മൊത്തം പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇവിടെ വന്നതായിട്ടാണ് കേട്ടോ, അതും കൂടി നമ്മളൊന്ന് മാറ്റിയിടണം. അത് ഏകദേശം നമുക്ക് 50 രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് ഉള്ളൂ. അപ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മെയിൻ്റനൻസ് ഉണ്ട് വണ്ടിക്ക്. അതായത് ജനറൽ സർവീസിന് പുറമെ നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്ക് കാർബറേറ്ററൊക്കെ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കേബിളുകൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക്, ക്ലച്ചിനകത്ത് ക്ലച്ച് ഷൂ, ബെൽറ്റ്, ഓയിൽ സീലൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള ഡാമേജുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് അതിൻ്റെ എത്ര കോസ്റ്റ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആകാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തിടാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. പരമാവധി നമ്മളൊന്ന് തരാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടി നാളത്തേക്കാണ് ആവുള്ളൂ, കാരണം അതിനുള്ള വർക്കുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം.